വിവാദ പ്രസ്താവനയുമായി ബി.ജെ.പി. എം.പി. സുധാൻഷു ത്രിവേദി ഇന്ത്യക്ക് മതേതര രാജ്യമായി നിലനിൽക്കാനാകില്ലെന്ന് സുധാൻഷു ത്രിവേദി പറഞ്ഞു. ദേശീയ ചിഹ്നത്തിലെ അശോക ചക്രം ഹിന്ദു ചിഹ്നമാണെന്ന് മറക്കരുതെന്നും ബി.ജെ.പി. നേതാവ്. क्योंकि इस देश के राष्ट्रीय ध्वज पर जो अशोक का चक्र है वो सारनाथ का धम्म चक्र है। इस देश के लोकसभा की स्पीकर की चेयर के पीछे लिखा हुआ धर्म चक्र प्रवर्तना है। The entire parliament is sitting for the propagation of the cycle of dharma. सर्वोच्च न्यायालय के अंदर पर लिखा यतो धर्मस्ततो जया. വിവരങ്ങൾ സിബി സി ജോസഫ് നൽകും. സിബി, ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിയെഴുതാനുള്ള ബി.ജെ.പിയുടെ ശ്രമങ്ങളൊക്കെ ഇതിനോടകം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യക്കൊരു മതേതര രാജ്യമായി നിലനിൽക്കാനാകില്ല എന്നുള്ളൊരു വിവാദ പരാമർശമാണ് ഈ എം.പിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? വർഷ ദില്ലിയിൽ നടന്ന കേരള സ്റ്റോറിയുടെ പുസ്തകപതിപ്പിന്റെ പ്രകാശന ചടങ്ങിലാണ് ബി.ജെ.പി. നേതാവും എം.പിയുമായ സുധാൻഷു ത്രിവേദി ഈ വിവാദമായ പരാമർശം നടത്തിയത്. അതായത് ഇന്ത്യക്ക് ഒരു മതേതര രാജ്യമായി നിലനിൽക്കാനാകില്ല എന്നുള്ളതായിരുന്നു സുധാൻഷു ത്രിവേദി പറഞ്ഞത്. മാത്രമല്ല, അതും കൂടാതെ ദേശീയ ചിഹ്നത്തിലെ അശോക ചക്രം അത് ഹിന്ദു ചിഹ്നമാണെന്ന് കൂടി മറക്കരുത്, അത് ഹിന്ദു ചിഹ്നമാണെന്ന് മറക്കരുതെന്ന് കൂടി സുധാൻഷു പറഞ്ഞു വെക്കുകയും ചെയ്തു. എന്തായാലും ഈ മതേതരത്വത്തിന്റെ പേരിൽ വിശ്വാസത്തിനും സംസ്കാരത്തിനും മേലെ കടന്നു കയറുകയാണെന്നും ബി.ജെ.പി. എം.പി. പറയുകയും ചെയ്തു. അതുകൂടാതെ കേരളത്തിന്റെയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ എല്ലാം തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മറ്റു വിവാദമായ ചില പരാമർശം കൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. അതായത് മലപ്പുറത്തെ ഒരു വിഭാഗം വിവാഹപ്രായം 16ലേക്ക് ചുരുക്കി. ഇതിനെ പിന്തുണച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസുകാരെന്നും കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിലെത്തിയപ്പോഴാണ് ഈ ഭാരതീയ സംസ്കാരത്തെ തച്ചുടയ്ക്കാൻ ശ്രമം തുടങ്ങിയെന്നൊക്കെ ഒരു പരാമർശമാണ് ഇന്ന് ബി.ജെ.പി. എം.പി. സംസാരിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും മതേതരത്വം, സോഷ്യലിസം എന്നീ രണ്ട് പദങ്ങൾ നീക്കണമെന്ന RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളിന്റെ ഒരു പ്രസ്താവന ഏറെ വിവാദമാകുകയും പിന്നീട് ആ പ്രസ്താവന ബി.ജെ.പി. നേതാക്കൾ, പ്രത്യേകിച്ച് രാജ്യസഭാ ചെയർമാനായ ജഗദീപ് ധൻഖറും ശിവരാജ് സിംഗ് ചൌഹാൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെയും പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്തു. എന്തായാലും വീണ്ടും ഈ ഒരു മതേതര ആശയങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ബി.ജെ.പി. നേതാക്കളുടെ ഈ പ്രസ്താവന ആവർത്തിക്കുകയാണ്. RSSന്റെ ഒരു ഹിന്ദു രാഷ്ട്രമെന്ന അവരുടെ അജണ്ട അത് കൃത്യമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അത്തരത്തിൽ നീക്കത്തിന്റെ ഭാഗമായിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള വിവാദ പരാമർശം ആവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ നടന്ന ചടങ്ങിൽ ഈ ഒരു ഇന്ത്യക്ക് മതേതര രാജ്യമായി നിലനിൽക്കാനാകില്ല എന്ന വിവാദമായ പരാമർശം ഉണ്ടായിരിക്കുന്നത്. വർഷ, ഇന്ത്യയുടെ മതേതരത്വത്തെ അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങളാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നത് കൂടിയുണ്ട്. വിവരങ്ങളാണ് സിബി സി ജോസഫ് നൽകിയത്.